KSU നേതാവിനെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും പിരിച്ചുവിട്ട വിഷയത്തിൽ ഇടപെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. പോലീസ് മുഖംമൂടി ധരിപ്പിച്ച തൃശൂർ വടക്കാഞ്ചേരി ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ഗണേഷ് ആറ്റൂരിനെയാണ് കിള്ളിമംഗലം സഹകരണ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടത്. നടരാജ് പരശുറാം വിവരങ്ങളുമായി. സംഭവത്തിൽ ആറ്റൂർ ഗണേശനുണ്ടായിരുന്ന താൽക്കാലിക ജോലി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈവിടുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി കത്ത്. അല്ല, ആ വിഷയത്തിൽ ഇടപെടും. അത് ഇടപെടും. അത് ഞങ്ങൾ പാർട്ടിക്ക് ആഭ്യന്തരമായിട്ട് സംസാരിക്കേണ്ടത്. ജോലി തിരിച്ചിട്ടാണ് ഏർപ്പാട് ചെയ്യും. തീർച്ചയായിട്ടും അത് ഇടപെടും. ശരി, നടരാജ്, എന്താണ് അക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നത്? നിഷാദ്, ഈ വടക്കാഞ്ചേരി മുഖംമൂടി അണിയിപ്പിച്ച് കോടതിയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഹാജരാക്കിയ സംഭവം വലിയ വിവാദമായിരുന്നു. ഇത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വളരെ വൈകാരികമായിട്ട് എടുത്തൊരു വിഷയമാണ്. ഇതിൽപ്പെട്ട ഒരു പ്രവർത്തകനെ അയാളുടെ താൽക്കാലിക ജോലി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് തന്നെ ഇല്ലാതാക്കി അല്ലെങ്കിൽ പിരിച്ചുവിട്ടു എന്നുള്ള വലിയ വിഷയമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ബാങ്കിന് ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയത്. ഇക്കാര്യത്തിൽ ആറ്റൂർ ഗണേശിന്റെ ജോലി തിരിച്ചു നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ ഇടപെടും, ഇക്കാര്യം പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ബാങ്കിൽ നേരത്തെ താൽക്കാലിക ജോലി, അതായത് ഡ്രൈവറിന്റെ ജോലിയിലാണ് ആറ്റൂർ ഗണേശ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം ഈ ജോലിയിൽ മറ്റൊരാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ അതിന് നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇത് സ്ഥിരം നിയമനത്തിലേക്ക് പോകുന്ന സമയത്ത് ഗണേശിനെ മാറ്റുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുടെ മൊറയിൽ തകർക്കുമെന്നുള്ള വാദം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇത് വിവാദമായതിന് പിന്നാലെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് OJ ജനീഷ് ഇത് ആഭ്യന്തരമായി പാർട്ടി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് തീരുമാനിച്ചുള്ളൂ. എന്തായാലും അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് മാറ്റിയ കാര്യത്തിൽ വലിയ അതൃപ്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. ഇക്കാര്യം തൃശ്ശൂരിലും ചേലക്കരയിലും ഒക്കെ തന്നെ വലിയ ചർച്ചയായി തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഉടനടി ഒരു പരിഹാരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്ത് ഒരുങ്ങുന്നത്.